ഹലോ ഓൾ, നമുക്കിത് ചെറിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരാതെ അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ ഇതിൽ പപ്പടം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പപ്പടം പൊടിച്ച് ചേർക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ സെപ്പറേറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരോ അച്ചാറോ എന്താണോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നിങ്ങളുടെ കുട്ടി കഴിക്കുക, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്പേസുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം മൂടി വെച്ച് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉള്ളി അത്യാവശ്യം വഴണ്ട് ഇരിക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു മസാല പോലെയാണ് ഈ ചോറിന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഓൾറെഡി നമ്മൾ ചോറ് കുറച്ച് വേവിച്ച് വെച്ചിട്ട്, തലേ ദിവസത്തെ ചോറാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി മൂടി വെച്ച് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട മസാലകൾ ചേർക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഓൾറെഡി ഞാൻ 2 മുളക് ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കുട്ടികൾ സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കുമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എത്ര റൈസാണോ എടുക്കുന്നത് അതിൻ്റെ ബേസിലാണ് ഈ ഐറ്റംസ് എല്ലാം വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യാം. കുട്ടിക്ക് എരിവ് ഇഷ്ടമല്ലെങ്കിൽ എരിവ് കുറച്ച് ചെയ്യാം. ചോറിന് അത്യാവശ്യം വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ഉപ്പ് ഈ മസാലയിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അത്ര മാത്രമേ ഉള്ളൂ, കാരണം ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ചോറിൽ ഉപ്പ് പിടിക്കാനുള്ള ഒരു ഉപ്പ് കൂടി നിങ്ങളിതിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞതിടാം. ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചീവി എടുത്തത് അതും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വഴണ്ട് വരുന്ന സമയത്ത്, നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് ഒരു പേസ്റ്റ് പരുവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് കട്ടത്തൈരാണ്. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെയ്താൽ മതി, കാരണം ഓൾറെഡി നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. പക്ഷേ പുളി ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇത് ആഡ് ചെയ്ത് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് നമുക്കൊന്നുകൂടി മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് ആ തൈരൊന്ന് സെറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രം മതി. ഇപ്പോൾ ഒരു എണ്ണ തെളിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് അമർത്തി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കി വെച്ചതാണ്. ചെറിയ രീതിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാക്കി റെഡിയാക്കിയതിന് ശേഷം ചട്ടിയുടെ ഒരു സൈഡിലായിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഓൾറെഡി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ തീ ഹൈ ഫ്ലെയിമിലാക്കി ഇടണം. കാരണം എന്താ വെച്ചാൽ മുട്ട പെട്ടെന്ന് ഇങ്ങനെ ചിക്കി കിട്ടാനായിട്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ട ചിക്കിയിട്ട് പകുതിയായിട്ട് ചിക്കരുത്. എന്ന് വെച്ചാൽ ഒരു വെള്ളത്തിന് ടച്ച് വരുന്ന ഒരു രീതിയിൽ ചിക്കാതെ അത്യാവശ്യം ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ചിക്കിയെടുത്ത് മുട്ട നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫോമിലാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അതൊരു ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ വെള്ളം പോലത്തെ ഫീല് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി നല്ല ഡ്രൈ ആക്കിയിട്ട് മുട്ട ചിക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് അപ്പുറത്തുള്ള മസാല വറ്റി പോകുമൊന്നുമില്ല, കാരണം ഓൾറെഡി തൈര് ചേർത്തുകൊണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടായിരിക്കും. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നല്ല ഡ്രൈ ആണ് മസാല എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് സൈഡിലേക്ക് കയറ്റി വെക്കുന്നതായിരിക്കും നന്നാവുക. അതല്ല വേറെ പാത്രത്തിൽ നിങ്ങൾ മുട്ട ചിക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ചൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി ആ മുട്ടയിൽ ഈ ഒരു മസാല ജസ്റ്റ് ഒന്ന് പിടിക്കുന്ന ഫോമിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഡ്രൈ ചെയ്യുന്നതുകൊണ്ട് മുട്ട സെപ്പറേറ്റ് ഡ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മുട്ട നന്നായി ചിക്കാൻ കാരണം.
അതിൽ ഉപ്പിട്ടിട്ട് ഓൾറെഡി ചിക്കൻ കാരണം ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് ഗരം മസാലയുടെ പൊടി ഇട്ടുന്നത്. അതിന് മുന്നേ നമ്മൾ മസാലയുടെ പൊടി ഇട്ടിട്ടില്ല. ഒരുപാടൊന്നും ഇടാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരുവിധം സെറ്റായതിനു ശേഷമാണ് ഞാനിവിടെ ഗരം മസാലയുടെ പൊടി ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പപ്പടം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇടാൻ നേരത്ത് പാത്രത്തിലേക്ക് വെക്കാൻ സമയത്താണ് പപ്പടം വെക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഇട്ടിട്ട് ഇളക്കുന്നില്ല. ഇനി അത് അലിഞ്ഞൊരു ഫോമിലാവണ്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.